ഒരു പുതിയ വിവരവുമായി അജീഷ് ജയകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. അജീഷ്, ഇപ്പോൾ അറസ്റ്റിന് തടസ്സമില്ല എന്നാണല്ലോ അന്വേഷണ സംഘം പറയുന്നത്. ക്രിസ്റ്റീന, അറസ്റ്റിന് തടസ്സമില്ല എന്നാണ് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ ഈ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ പറഞ്ഞത്. അതിനുള്ള സാധ്യതകളാണ് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവ് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം തുടർ നടപടി എടുക്കുമെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ തിരുവനന്തപുരം DIG ആയിട്ടുള്ള റേഞ്ച് DIG ആയിട്ടുള്ള അജിത ബീഗത്തിന്റെ ഓഫീസിൽ അന്വേഷണ സംഘം ഒരു പ്രത്യേക യോഗം ചേരുന്നത്. നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇതിന് മേൽനോട്ടം വഹിക്കുന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് SP മധുസൂദനും അതേപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് ACP അടക്കമുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സിദ്ദിഖിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്ത് വേണമെന്നുള്ളത് കൂടിയാലോചിക്കാൻ വേണ്ടിയാണ് ഈ നിർണായക യോഗം ചേരുന്നത്. അതിനുശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുക. എന്തായാലും നിർണായക യോഗമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്. അത് റേഞ്ച് DIG ആയിട്ടുള്ള അജിത ബീഗത്തിന്റെ ഓഫീസിലാണ് നടക്കുന്നത്. അതിനുശേഷമായിരിക്കും സിദ്ദിഖിന്റെ അറസ്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ തുടർ നടപടികൾ എടുക്കുക. എന്തായാലും അറസ്റ്റിന് തടസ്സമില്ല, നിയമ തടസ്സമൊന്നുമില്ല എന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം വിലയിരുത്തി കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിൽ സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സുപ്രീം കോടതിയിലേക്ക് പോയാലും ഇല്ലെങ്കിലും സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യം നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ അന്വേഷണ സംഘം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് അറസ്റ്റിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. അജീഷ്, സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അത് അറസ്റ്റ് തടയുന്നതിനൊരു കാര്യമല്ല, അല്ലെങ്കിൽ കാരണമല്ല എന്ന് തന്നെയാണല്ലോ ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ദിഖ് എവിടെയാണ് എന്നൊരു രൂപമില്ല. പക്ഷേ ഈ അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് വരും എന്ന സൂചനകളൊക്കെ ഉണ്ടല്ലോ. ക്രിസ്റ്റീന, സ്വാഭാവികമായിട്ടും ഈ അന്വേഷണ സംഘം പല ടീമുകളായി തിരിഞ്ഞാണ് അന്വേഷണം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ സംഘം നേരിട്ട് അവിടെ പോയി അറസ്റ്റ് ചെയ്യണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. കാരണം അവിടെ തന്നെ ഓൾറെഡി അവരുടെ ഈ അന്വേഷണ സംഘത്തിന്റെ മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന സംഘം ഓൾറെഡി കൊച്ചിയിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവിടുത്തെ വനിതാ IPS ഉദ്യോഗസ്ഥരുടെ ഓഫീസിൽ അവിടെ മുകേഷിനെ ചോദ്യം ചെയ്യുന്നടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് ഓൾറെഡി ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി കഴിഞ്ഞു. സിദ്ദിഖിനെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങി കഴിഞ്ഞു. സിദ്ദിഖിന്റെ 2 വീടുകളിലും പരിശോധന നടത്തി കഴിഞ്ഞു. എന്തായാലും സിദ്ദിഖിനെ കണ്ടെത്താനുള്ള ശ്രമം അന്വേഷണ സംഘം തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ അർത്ഥം സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തുടങ്ങി എന്നു തന്നെയാണ്. സിദ്ദിഖിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതിൻ്റെ ഒരു ലീഗൽ നടപടികൾ മാത്രമാണ്. കാരണം ഇവർ നേരത്തെ തന്നെ ഈ ജാമ്യ ഹർജി തള്ളിയപ്പോൾ തന്നെ അന്വേഷണ സംഘത്തോട് നമ്മൾ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ആരാഞ്ഞിരുന്നു. അവർ പറഞ്ഞിരുന്നത് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ നിലവിൽ ഒരു നിയമ തടസ്സവും ഇല്ല. നിലവിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് കൊണ്ട് തന്നെ ഏത് സമയം സിദ്ദിഖിനെ കണ്ടുകിട്ടിയാൽ അറസ്റ്റ് ചെയ്യുന്നതിൽ ഒരു തടസ്സവുമില്ല. അതുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് ഒരു ഘട്ടത്തിലേക്കാണ് അന്വേഷണ സംഘം ഇനി കടക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നിർണായകമായ ഒരു യോഗം ഇവിടെ ചേരുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് സിദ്ദിഖിന്റെ കേസ് അന്വേഷിച്ച 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അത് ജില്ലാ ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള മധുസൂദൻ, ഒപ്പം തന്നെ ACP ആയിട്ടുള്ള ACPയുമാണ്, ക്രൈംബ്രാഞ്ച് ACPയുമാണ്. ഇവർ 2 പേരുമാണ് സിദ്ദിഖിന്റെ കേസ് പ്രത്യേകമായി അന്വേഷിച്ചത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെടുത്ത കേസ് ഇവർ 2ഉം വീതിച്ച് നൽകുകയായിരുന്നു. ഇതിന് മേൽനോട്ടം വഹിക്കുന്നത് വനിതാ IPS ഉദ്യോഗസ്ഥരാണ്. റേഞ്ച് DIG ആണ് ഇതിന് അടുത്ത മേൽനോട്ടം വഹിക്കുന്നത്. എന്തായാലും ഇവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ യോഗം ചേരുന്നത്. ഈ യോഗം ചേരുന്നത് സ്വാഭാവികമായിട്ടും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത ഘട്ടത്തിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയാണ്. ഉറപ്പായിട്ടും സിദ്ദിഖിനെ എവിടെയുണ്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ആ കണ്ടെത്തിയതിനു ശേഷം സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ ഇനി അറസ്റ്റിന് മറ്റൊരു സാങ്കേതിക തടസ്സവും ഇല്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വിവരങ്ങൾ നൽകിയത് അജീഷ് ജയകുമാറാണ്, തിരുവനന്തപുരത്ത്.